ഈ പുഴയും കടന്ന് പുത്തൻ പ്രമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുജാത ആണെങ്കിൽ തണുത്ത് വിറച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ഗീത വരുന്നത്. ഗീത വന്ന് അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഗീതയുടെ മോളും ഉണ്ട് കൂടെ. നീയോ? അമ്മയാണെങ്കിൽ ഇന്നലെ രാത്രി ഇവിടെ എല്ലാം കടന്ന് തിരക്കില്ലോ, എന്നിട്ട് അമ്മയെ കണ്ടില്ല, അമ്മ ഇവിടെ വന്നിരുന്നയാണോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ഇരുന്നയാണ്. അപ്പം ഗീതയാണെങ്കിൽ വിളിക്കുന്നുണ്ട് അമ്മ അകത്തേക്ക് വരാൻ. അന്നേരം സുജാത എണീച്ചിട്ട് പറയുകയാണ്, ഞാൻ ഇന്നലെ കേട്ടായിരുന്നു, നീ നിൻ്റെ ഭർത്താവിനോട് ദാസനോട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. രാവിലെ അവൻ്റെ മുന്നിൽ എന്നെ കൊണ്ട് നിർത്താന്ന് നീ അവന് വാക്ക് കൊടുക്കുന്നത് ഞാൻ കേട്ടായിരുന്നെന്ന് സുജാത പറയാണ്. അപ്പം ഗീത പറയാണ്, അമ്മ ആദ്യം ഈ സ്വഭാവം അങ്ങ് മാറ്റി, ഈ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് സ്വഭാവം അമ്മ അങ്ങ് മാറ്റാൻ പറയാണ്. അങ്ങനെ എന്തായാലും സുജാത അകത്തേക്ക് പോകുന്നുണ്ട്. രാവിലെ ദാസ എണീച്ച് വരുമ്പോൾ സുജാതയെ കാണുന്നുണ്ട്. സുജാത ദാസിൻ്റെ മുന്നിലൂടെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എന്നിട്ട് സുജാതയാണെങ്കിൽ അകത്ത് പോയി പായസമൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പായസമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഗീതയെ കൊടുക്കുന്നുണ്ട്. ഗീതയാണെങ്കിൽ അത് കൊണ്ടുവന്ന് ദാസനും കൊടുക്കുന്നുണ്ട്. അപ്പം സന്തോഷത്തോടെ കൊണ്ടുകൊടുത്തിട്ട് പറയുകയാണ്, ദാസേട്ടന് സോപ്പിട്ട് ദാസേട്ടനെ അമ്മയുടെ സൈഡിലാക്കാൻ വേണ്ടിയായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് വരുന്നത് നമ്മുടെ വിനീതയും ഗംഗയും കൂടെ. ഇവരെ കാണുന്ന ഗീത ആകപ്പാടെ ഞെട്ടുന്നുണ്ട്, കൂടെ ദാസനും. കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല വിനീതും ഗംഗയും അവിടെ വരുമെന്ന്. അപ്പം ഇവരെ കാണുമ്പോഴത്തേക്ക് ആകപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഗംഗ പെട്ടെന്ന് അമ്മയെ അമ്മയെന്ന് വിളിക്കുകയാണ്, സുജാതയെ വിളിക്കുകയാണ്. അപ്പോഴത്തേക്ക് വിനീതും ഗംഗയും ഇറങ്ങി അങ്ങോട്ട് ചെല്ലുകയാണ്. ഈ സമയത്ത് നമ്മുടെ നിവിനും കാവേരിയും കൂടെ ഭവാനി പറഞ്ഞ സ്ഥലത്ത് ജയദേവൻ്റെ വീട് അന്വേഷിച്ച് ചെല്ലുകയാണ്. അങ്ങനെ ഒരു വീടിൻ്റെ മുന്നിൽ എത്തുന്നുണ്ട്. അപ്പം നിവിൻ ചോദിക്കുന്നുണ്ട്, ഇതാണോ കാവേരി ആ വീട്? അപ്പം കാവേരി പറയാണ്, ഭവാനി ചേച്ചി പറഞ്ഞത് വെച്ച് ഈ വീടായിരിക്കും. എവിടെ വന്ന് ചോദിച്ചാലും ജയദേവൻ്റെ വീട് അവർ പറഞ്ഞു തരുമെന്നാണ് ഭവാനി ചേച്ചി പറഞ്ഞത്. ഇത് തന്നെയായിരിക്കും വീട്. എന്തായാലും നമുക്കങ്ങോട്ട് കയറി ചെന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിവിനും കാവേരിയും കൂടെ കയറി ചെല്ലുകയാണ്. ഈ സമയത്ത് നമ്മുടെ നരനകത്തുനിന്ന് വരികയാണ്. നരൻ ഇപ്പം കാര്യങ്ങളെല്ലാം അറിയാം. രവീന്ദ്രൻ്റെയും മക്കളുടെയും കഥകളെല്ലാം നരനറിയാം. അപ്പം അങ്ങനെ ആ വീട്ടിലേക്ക് വരികയാണ് കാവേരി നിവിനും. നരനാണെങ്കിൽ അകത്തുനിന്ന് ഇവരെ കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും കാവേരിയെ സഹായിക്കുന്നത് നരൻ തന്നെയായിരിക്കും. അതേപോലെ ഗംഗയും വിനീതും തിരിച്ച് സുജാതയുടെ അടുത്തേക്ക് തന്നെ വരും. അതോടെ ഗീതയുടെ പ്ലാൻ എല്ലാം പൊളിയൊക്കെ ചെയ്യും. ഇതൊക്കെയാണ് പ്രമോ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.